ഏതൊക്കെയാണ് വിഷ്ണുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂക്കള്? അഹിംസ പ്രഥമം പുഷ്പം. അഹിംസ, മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും അഹിംസ ശീലിക്കുന്നത് ആദ്യത്തെ പുഷ്പം. പുഷ്പം ഇന്ദ്രിയ നിഗ്രഹം. ഇന്ദ്രിയ നിഗ്രഹം, പ്രത്യാഹാരം, ദമം, ശമം മുതലായവ ശീലിക്കുന്നത്. സർവഭൂതദയാ പുഷ്പം. അദ്വേഷ്ടാ സർവഭൂതാനാം. എല്ലാവരിലും ഭഗവാനെ കണ്ടുകൊണ്ട് അവരോട് ദയോടുകൂടി വർത്തിക്കുന്നത് മൂന്നാമത്തെ പുഷ്പം. ക്ഷമാപുഷ്പം വിശേഷതഃ. എല്ലാറ്റിനെയും സഹനം സർവദുഃഖാനാം. ക്ഷമിക്കുന്നത് നാലാമത്തെ പുഷ്പം. ശാന്തി പുഷ്പം. ഏറ്റവും അവശ്യം വേണ്ടത് ശാന്തിയല്ലേ? അശാന്തസ്യ കുതസുഖം. ശാന്തിയാണ് അടുത്ത പുഷ്പം. തപപുഷ്പം. തപസ്, ഏകാഗ്രമായ ധ്യാനം. ധ്യാനപുഷ്പം തഥൈവച. ധ്യാനം, ഭഗവാനെ ആ മനസ്സിലേക്ക്, വിശുദ്ധമായ മനസ്സിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ഭഗവാനെ ധ്യാനിക്കുന്നത്. പിന്നീട് സത്യം, എല്ലാ പ്രകാരത്തിലുമുള്ള സത്യ സ്വരൂപം, സത്യമാകുന്ന ധർമ്മത്തെ അനുഷ്ഠിക്കുന്നത്. ഭഗവാന്റെ തൃപാദപത്മങ്ങള് സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും പ്രതീകമാണ്. ഇപ്രകാരം അഷ്ടവിധം പുഷ്പം വിഷ്ണോർ പ്രീതികരം ഭവേത്. ഭഗവാന് നമ്മോട് പ്രീതി ഉണ്ടാകണമെങ്കിൽ ഈ 8 വിധത്തിലുള്ള പുഷ്പങ്ങളെയാണ് നാം ഭഗവാന്റെ തൃപ്പാദപത്മങ്ങളിൽ അർച്ചിക്കേണ്ടത് എന്ന് സാരം.